ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഹിന്ദി ഈസി ക്രാക്ക് ചാനൽ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നസാര ഹിന്ദി സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ പാഠഭാഗമാണ്. മേം ബാരിഷും എന്ന പാഠഭാഗത്തിൻ്റെ ബാക്കി പാഠമാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കിലുള്ള പാഠഭാഗങ്ങളെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പാഠഭാഗത്തിലോട്ട് പോകാം. तस्नी, तुम्हारे परिवार में कौन कौन है? तस्नी, तुम्हारे परिवार में നിന്റെ കുടുംബത്തിൽ കോൻ കോൻ ഹെ ആരെല്ലാമാണ് ഉള്ളത്. അപ്പോൾ തസ്നിയുടെ കുടുംബത്തിൽ ആരെല്ലാമാണ് ഉള്ളത് എന്നതാണ് ചോദ്യം. അതിന് ഒരു പാട്ട് രൂപത്തിലാണ് ഇവിടെ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. സുനേം ഖായേം. സുനേം എന്ന് പറഞ്ഞാൽ കേൾക്കൂ, ഖായേം എന്ന് പറഞ്ഞാൽ പാടൂ. പ്യാരെ പ്യാരെ ദാദാജി, പ്യാരി പ്യാരി ദാദി മാം, ബच्चे हैं इनके हमारे पिताजी, പോത്തെ हैं इनके हम दोनों. ഇനി നമുക്ക് ഇതിൻ്റെ മീനിങ്സുകൾ നോക്കാം. പ്യാരെ പ്യാരെ ദാദാജി. ദാദാജി എന്ന് പറഞ്ഞാൽ മുത്തശ്ശനാണ്. പ്യാരെ പ്യാരെ പ്രിയപ്പെട്ട ദാദാജി. പ്യാരി പ്യാരി ദാദിമാം. ദാദിമാം എന്ന് പറഞ്ഞാൽ മുത്തശ്ശി. പ്യാരി പ്യാരി ദാദിമാം പ്രിയപ്പെട്ട മുത്തശ്ശി. ബच्चे हैं इनके हमारे पिताजी. എന്താണ് ഹമാരെ പിതാജി? ഞങ്ങളുടെ പിതാജി, അതായത് ഞങ്ങളുടെ അച്ഛൻ. ഇൻകെ ബच्चे हैं എന്താണ് ഇവരുടെ മകനാണ് ഞങ്ങളുടെ അച്ഛൻ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. പോത്തെ ഹൈം. പോത്തെ എന്ന് പറഞ്ഞാൽ പേരമക്കൾ. പോത്തെ ഹൈം പേരമക്കളാണ്. ഇൻകെ ഹം ദോനോം ഇവരുടെ, ഞങ്ങൾ രണ്ടു പേരും ഇവരുടെ പേരമക്കളാണ്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയെയും കുറിച്ചിട്ടാണ് ഈ പാട്ട് ഇവിടെ പാടിയിട്ടുള്ളത്. ഇനി അടുത്ത ഒരു വാക്കാണ് നമുക്ക് നോക്കാം. ദാദാ ദാദി കെ ബദലെ നാന നാനി ക പ്രयोग കർക്കെ ലിഖെ. അതായത് ദാദാ ദാദി എന്ന് പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും. കെ ബദല് അതിന് പകരമായിട്ട് നാന നാനി ക പ്രയോഗം, അതായത് നാന നാനി എന്ന് പറഞ്ഞാലും മുത്തശ്ശനും മുത്തശ്ശി എന്ന് തന്നെയാണ്. അത് പ്രയോഗിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. ഇവിടെ ദാദാ ദാദി എന്നതിന് പകരം ഇവിടെയുള്ള നാന നാനി എന്ന് കൊടുത്തിട്ട് ഈ 4 വരി പൂർത്തീകരിക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ലിഖേം, അതായത് എഴുതു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തസ്നീക പരിവാർ, തസ്നിയുടെ കുടുംബത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ. തസ്നീക പരിവാർ എന്ന തസ്നിയുടെ കുടുംബം. അതായത് ഈ തസ്നിയുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഇവിടെ ഈ ഡാഷ് ഇട്ടുകൊടുത്തൊക്കെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വീഡിയോയിൽ ഇതിനു മുമ്പ് കുടുംബത്തിലെ എല്ലാവരുടെയും പേരുകളൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വീഡിയോസ് നോക്കിയാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് പോവാം. മേരെ പിതാജി കാ നാം, അതായത് മേരെ എന്ന് പറഞ്ഞാൽ എൻ്റെ, പിതാജി കാ നാം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പേര്. ഇവിടെ അച്ഛൻ്റെ, തസ്നിയുടെ അച്ഛൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു പേര് കൊടുത്താലും മതി, നമ്മുടെ അച്ഛൻ്റെ പേര് കൊടുത്താലും മതി. ഞാൻ ഇവിടെ ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഇവിടെ മൂസ എന്ന് കൊടുക്കുന്നുണ്ട്. മൂസ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം മേരെ പിതാജി കാ നാം മൂസ ഹേ. അടുത്തത് മേരി മാതാജി കാ നാം, എൻ്റെ അമ്മയുടെ പേര്. എന്താണ് അമ്മയുടെ പേര് എന്ന് പറഞ്ഞാൽ അമ്മയുടെ പേര് ഇവിടെ ഞാൻ കൊടുക്കുന്നത് സഫ എന്ന് കൊടുക്കുന്നുണ്ട്. അമ്മയുടെ പേര് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. തസ്നിയയുടെ കുടുംബത്തിനെ കുറിച്ചിട്ടാണ് എഴുതുന്നത്. അതുപോലെ തന്നെ അടുത്തത് മേരെ ബായി കാ നാം, എൻ്റെ സഹോദരൻ്റെ പേര്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് സാലി എന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. സാലി.
ഇനി അടുത്തത് മേരി ബഹൻ കാ നാം, എൻ്റെ സഹോദരിയുടെ പേര്. ഇവിടെ റിയ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഇനി അടുത്തത് മേരെ ദാദാജിക്ക് എന്താണ്, എൻ്റെ മുത്തശ്ശൻ്റെ പേര്. ഇവിടെ ഞാൻ കൊടുക്കുന്നത് കരീം എന്നാണ്. അടുത്തത് മേരി ദാദി മാം, അതായത് എൻ്റെ മുത്തശ്ശിയുടെ പേര്. അതായത് ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഫാത്തിമ എന്നാണ്. ഇനി നമുക്ക് വായിക്കാം, എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. മേരെ പിതാജി കാ നാം മൂസ ഹേ, എൻ്റെ പിതാജിയുടെ പേര് മൂസ എന്നാകുന്നു. ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു. മേരി മാതാജി കാ നാം സഫ ഹേ, എൻ്റെ അമ്മയുടെ പേര് സഫ എന്നാകുന്നു. മേരെ ബായി കാ നാം സാലി ഹേ, എൻ്റെ സഹോദരൻ്റെ പേര് സാലി എന്നാകുന്നു. മേരി ബഹൻ കാ നാം റിയ ഹേ, എൻ്റെ സഹോദരിയുടെ പേര് റിയ എന്നാകുന്നു. മേരെ ദാദാജി കരീം ഹേ, എൻ്റെ മുത്തശ്ശൻ കരീം ആകുന്നു. മേരി ദാദി മാം ഫാത്തിമ ഹേ, എൻ്റെ മുത്തശ്ശി ഫാത്തിമയാകുന്നു. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ളത് കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.